ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ജൂഡി ബ്രാഡി എഴുതിയ ഐ വാണ്ട് എ വൈഫ് എന്ന ലേഖനത്തിൻ്റെ സമ്മറിയാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂടി ഷെയർ ചെയ്തെടുക്കുക. അപ്പം നമുക്കൊട്ട് ലേറ്റ് ആക്കാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം എഴുത്തുകാരിയെ പറ്റി പരിചയപ്പെടാം. ജൂഡി ബ്രാഡി. Judy Brady, a feminist author, was born in 1937 in San Francisco, California. She earned her bachelor's degree in painting from the University of Iowa in 1962. She had been married for several years and had two daughters. She suffered from breast cancer as well. After being diagnosed with breast cancer in 1980, she became active in the politics of cancer. She has been actively involved in the women's movement since 1969. ജൂഡി ബ്രാഡി ഒരു ഫെമിനിസ്റ്റ് എഴുത്തുകാരി. 1937 കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ ജനിച്ചു. 1962 ലോവ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചിത്രകലയിൽ ബിരുദം കരസ്ഥമാക്കി. വിവാഹിതയാണ്. 2 പെൺമക്കളുമുണ്ട്. 1980 സ്തനാർബുദം കണ്ടെത്തിയതിനെ തുടർന്ന് അവർ ക്യാൻസർ രാഷ്ട്രീയത്തിൽ സജീവമായി. 1969 മുതൽ വനിതാ പ്രസ്ഥാനത്തിൽ അവർ സജീവമായി ഇടപെട്ടു. 1972 പ്രസിദ്ധീകരിച്ച ആക്ഷേപഹാസ്യ ഗദ്യത്തിൻ്റെ മികച്ച ഉദാഹരണമാണ് ഐ വാണ്ട് എ വൈഫ് എന്ന ഉപന്യാസം. MS മാഗസീൻ്റെ പേജുകളിലൂടെയാണ് ഈ ലേഖനം ആദ്യമായി വായനക്കാരുടെ അറിവിലേക്ക് വന്നത്. 1970കളിലെ ഒരു സാധാരണ ഭാര്യയുടെ ജീവിതശൈലി ചിത്രീകരിക്കുന്ന ഈ ലേഖനം അക്കാലത്തെ സമൂലവും പുതുമയുമുള്ളതുമായ കാഴ്ചപ്പാടാണ്. ഈ ലേഖനത്തിൽ പുരുഷന്മാർ എങ്ങനെ ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു, അനുഭവിക്കുന്നു എന്ന് ബ്രാഡി ചിത്രീകരിച്ചിട്ടുണ്ട്. സ്ത്രീകളോടുള്ള പുരുഷന്മാരുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെക്കുറിച്ചും അവർ ഈ ലേഖനത്തിലൂടെ സംസാരിക്കുന്നു. ഈ എസ്സേയിൽ ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂയിലൂടെയാണ് ജൂഡി ബ്രാഡി എഴുതിയിരിക്കുന്നത്. ഈ എസ്സേയിൽ ഒരു മെയിലിൻ്റെ റോളിലൂടെയാണ് അവർ സംസാരിക്കുന്നത്. ജൂഡി ബ്രാഡി തൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അദ്ദേഹം ഡിവോഴ്സാണ്. അദ്ദേഹത്തെ കാണാനിടയായപ്പം അദ്ദേഹത്തിനൊരു കുട്ടി കൂടിയുണ്ട്. ആ കുട്ടി അദ്ദേഹത്തിൻ്റെ എക്സ് വൈഫിൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. അപ്പം അയാൾ ഇവരോട് ഭാര്യ ചെയ്യുന്ന കടമകളെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുകയാണ്. അയാൾ ഇപ്പോൾ ഒരു രണ്ടാമത് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ആലോചനയൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അയാളോട് സംസാരിച്ചതിന് ശേഷം ജൂഡി ബ്രാഡി വീട്ടിൽ വന്നതിന് ശേഷം അയൺ ചെയ്യുന്ന സമയത്താണ് അവൾക്കൊരു ഭാര്യയെ വേണം എന്നവൾ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങിയത്. ആ ഒരു വ്യൂയിലൂടെയാണ് ഇവരെ ഈ ഒരു ലേഖനം എഴുതിയിരിക്കുന്നത്. ജൂഡി ബ്രാഡിയുടെ ഇൻഫോർമലോ പേഴ്സണലോ ആയ ഐ വാണ്ട് എ വൈഫ് എന്ന ലേഖനത്തിൽ എന്തുകൊണ്ടാണ് അവളൊരു ഭാര്യയെ ആഗ്രഹിക്കുന്നതെന്ന് അവർ വിശദീകരിക്കുന്നു. മാരീഡ് ആയിട്ടുള്ള സ്ത്രീകളെയും അൺമാരീഡ് ആയിട്ടുള്ള സ്ത്രീകളെയും ഭാര്യയുടെ വേഷം പഠിപ്പിക്കുന്നതിനിടയിൽ ജൂഡി ബ്രാഡി തൻ്റെ ലേഖനത്തിൽ ഹാസ്യം കൊണ്ടുവന്നിരിക്കുന്നു. അവനോ അവർക്കോ വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. മാനസികവും ശാരീരികവും സാമൂഹികവും ലൈംഗികവുമായ ആവശ്യങ്ങൾ പരിപാലിക്കുന്നതിനോടൊപ്പം ലളിതമായ ജോലികൾ ചെയ്യുന്നതിലും ഇതിൽ ഉൾപ്പെടുന്നു. ഒരു ഭാര്യയുടെ ജോലി എന്ന് പറയുമ്പോൾ അവൾ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. മിക്ക സ്ത്രീകളും അവരുടെ മക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റുക, ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ അയാൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഈ ലേഖനത്തിൽ ജൂഡി ബ്രാഡി നിരത്തുന്നു. ഐ വാണ്ട് എ വൈഫ് എന്ന ലേഖനത്തിൽ വായനക്കാരൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ എഴുത്തുകാരി വ്യത്യസ്ത വാക്കുകളും വഴികളും ഉപയോഗിക്കുന്നുണ്ട്. ഒരു ഭാര്യയിൽ നിന്ന് അവൾക്ക് എന്താണ് വേണ്ടതെന്നും അവൾ എന്താണ് പരിപാലിക്കാൻ ആഗ്രഹിക്കുന്നതെന്നും നിരന്തരം ലേഖനത്തിൽ വിവരിക്കുന്നു. ഭാര്യ വീട്ടിൽ ഒരുപാട് കടമകൾ നിർവഹിക്കുന്നുണ്ട്. ആ കടമകളെ പറ്റിയൊക്കെ പരാതികൾ പറഞ്ഞ് എന്നെ ശല്യപ്പെടുത്താത്ത ഭാര്യയെ വേണമെന്നാണ് പറയുന്നത്. ഒരു ഭർത്താവിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ഭാര്യയായിരിക്കണം. ഇവിടെ ഭർത്താവിൻ്റെ സ്വാർത്ഥതയാണ് കാണിക്കുന്നത്. ലേഖനത്തിൽ വാക്യഘടന ഉപയോഗിക്കുന്ന വിവിധ രീതികളുണ്ട്. റെപ്പറ്റീഷൻ, ഐറണി പോലുള്ള വൈവിധ്യമാർന്ന ശൈലി. ഐ വാണ്ട് എ വൈഫ്, മൈ, ഐ എന്നീ പദങ്ങളുടെ ഉപയോഗവുമാണ് പ്രധാന സ്റ്റൈൽ ടെക്നിക്കുകൾ. ഇതിലൊക്കെ കാണിക്കുന്നത്
ഭർത്താവിൻ്റെ സെൽഫിഷ്നെസ് ആണ്. ഒരു ഭർത്താവ് ഭാര്യയിൽ നിന്ന് എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? വീട് വൃത്തിയാക്കുക, ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഭക്ഷണം പാകം ചെയ്യുക, ജോലിക്കൊന്നും പോകാതെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുക, ഭർത്താവിൻ്റെ ലൈംഗിക ആവശ്യങ്ങൾ നിറവേറ്റുക എന്നിവയൊക്കെയാണ്. ഇതുകൊണ്ടൊക്കെ തന്നെ അവളൊരു ഭാര്യയെ ആഗ്രഹിക്കുന്നു. പിന്നെയും ഭാര്യ ചെയ്യുന്ന കടമകളെപ്പറ്റി ലേഖനത്തിൽ ആവർത്തിക്കുന്നുണ്ട്. എനിക്ക് മെനുകൾ ആസൂത്രണം ചെയ്യുക, ആവശ്യമായ പലചരക്കുകൾ ഷോപ്പിംഗ് നടത്തുന്ന ഒരു ഭാര്യയെ വേണം, ഭക്ഷണം തയ്യാറാക്കുക, അത് മനോഹരമായി വിളമ്പുക, തുടർന്ന് വൃത്തിയാക്കുക, ജോലി ചെയ്ത് എന്നെ സ്കൂളിൽ അയക്കുന്ന ഒരു ഭാര്യയെ എനിക്ക് വേണം. ലേഖനത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ആക്ഷേപഹാസ്യം ഉപയോഗിക്കുന്നു. ലേഖനത്തിൻ്റെ ടൈറ്റിലിൽ നിന്ന് രചയിതാവ് ഒരു പുരുഷനാണെന്ന് തോന്നും, പക്ഷേ അങ്ങനെയല്ല. സ്ത്രീയായതിൽ അല്ലെങ്കിൽ ഭാര്യയായതിൽ പശ്ചാത്തപിക്കുന്ന എഴുത്തുകാരിയാണ്. പിന്നെയും ഭാര്യ ചെയ്യുന്ന കടമകളെപ്പറ്റി പറയുന്നു. എനിക്കെൻ്റെ വസ്ത്രം വൃത്തിയായി സൂക്ഷിക്കുന്ന ഒരു ഭാര്യയെ വേണം, ശാരീരികവും സാമൂഹികവുമായ ആവശ്യങ്ങൾക്കായി ഭക്ഷണം പാകം ചെയ്യുന്നവളെ, എനിക്ക് അസുഖം വരുമ്പോൾ പരിപാലിക്കാനായി എത്തുന്നവളെ, എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാനായി എനിക്കെന്ത് വേണം? ഒരു ഭാര്യയെ വേണം. ഈ ലേഖനത്തിൽ ബ്രാഡി ഉപയോഗിക്കുന്ന ടോണ് സെൽഫിഷും ലൈംഗികവുമാണ്. ഇത്രയുമാണ് ഈ ലേഖനത്തെ പറ്റിയിട്ട് പറയാനുള്ളത്. ഒരു സ്ത്രീ, ഒരു ഭാര്യ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവൾ ചെയ്തു കൊടുക്കേണ്ട കടമകളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഹസ്ബൻഡിൻ്റെ ആവശ്യങ്ങൾ അല്ലെ, ഹസ്ബൻഡ് ഇതിൽ വെറും ഐ വാണ്ട് എ വൈഫ്, ഐ, മൈ എന്ന് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണ്? സെൽഫിഷ്നെസ് ആണ് അല്ലേ. അയാൾക്ക് സ്വന്തം കാര്യം നടത്താൻ വേണ്ടിയിട്ട് ഒരു വൈഫിനെ വേണം.